കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, രക്ഷകനായി നാഥനായി വരുമ്പോൾ നമ്മുടെ ജീവിതം എല്ലാവിധ നന്മകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിറയും. നന്മ അനുഭവിച്ച് ഈ ലോക ജീവിതത്തിൽ ഒരു ജയകരമായ ജീവിതം നയിപ്പാൻ യേശുവുമായിട്ടുള്ള ബന്ധം നമ്മെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സാഹചര്യങ്ങളിൽ കൂടെ, അവസ്ഥകളിൽ കൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിന് ഇവിടെ ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട്. പണം അതിലൊരു വലിയ കാര്യമാണ്. സമ്പന്നത നമുക്ക് വേണം, സമാധാനം വേണം, സ്വസ്ഥത വേണം, ആരോഗ്യം വേണം. അങ്ങനെ ഈ ലോകത്ത് സമാധാനവും സന്തോഷവും ആരോഗ്യവും സ്വസ്ഥതയും എല്ലാം അനുഭവിച്ച് ജീവിക്കുന്ന ഒരു ജയകരമായ ജീവിതത്തെയാണ് സർവശക്തനായ ദൈവം നമ്മെക്കുറിച്ച് വിഭാവനം ചെയ്യുന്നത്. ഇത് നമ്മൾ പ്രാപിക്കുന്നത് എങ്ങനെ നമുക്കത് ലഭിക്കും എന്ന് ദൈവവചനത്തിൽ വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവവചനം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യവുമാണ്. അത് തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക്, ആ വചനം നന്നായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ആ വചനം പറയുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും ഈ ലോകത്ത് ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ഒരു ജയകരമായ ജീവിതം നയിക്കുവാനും സാധിക്കും. ഇന്ന് കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദർ പറഞ്ഞ ഒരു നല്ല സന്ദേശം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. കോട്ടയത്ത് സ്വർഗീയ വിരുന്നിൻ്റെ സഭായോഗത്തിൽ, ഞായറാഴ്ച നടന്ന സഭായോഗത്തിൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ വളരെ മനോഹരമായ, അതേസമയം തന്നെ വളരെ ശക്തിയേറിയ ഒരു സന്ദേശം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. പലപ്പോഴും നമുക്ക് സമ്പത്ത് ആവശ്യമാണ്, പണം ആവശ്യമാണ്. പക്ഷേ അത് മാത്രമല്ല ഈ ലോക ജീവിതത്തിൻ്റെ അനുഗ്രഹം എന്നുള്ള തിരിച്ചറിവും നമുക്ക് വേണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സമ്പന്നത എന്ന് പറയുന്നത് നമ്മൾ നന്നായി മനസ്സിലാക്കണം. അതും ദ്രവ്യാഗ്രഹവും തമ്മിൽ ഉള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയുമ്പോൾ കുറേ പണമല്ല ജീവിതാനുഗ്രഹത്തിന് നിദാനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാകുമെന്ന് ഞാൻ നന്നായിട്ട് എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഈ സന്ദേശം ഒരുപാട് മാറ്റം വരുത്തി. അതേ മാറ്റം നിങ്ങൾക്കും ഉണ്ടാകട്ടെ, അത് അനുഗ്രഹമായി നിങ്ങൾക്ക് വരട്ടെ. നമുക്കതുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ സന്ദേശം കേൾക്കാൻ പോകാം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒന്ന് ശബ്ദമുയർത്തി പറഞ്ഞ, ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഒന്നോടെ ശബ്ദമുയർത്തി പറഞ്ഞ, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഹല്ലേലൂയ. അതിൻ്റെ അടിസ്ഥാനം മറ്റൊന്നുമല്ല, നമ്മളിൽ നിത്യജീവൻ ഉള്ളത് കൊണ്ടാണ്. നമ്മൾ നിത്യജീവനാകുന്ന യേശു ക്രിസ്തു ആകുന്ന നിത്യജീവൻ ഉള്ളത് കൊണ്ട് ജീവിതത്തിൽ എങ്ങും പരാജയപ്പെടുത്തില്ലെന്ന് മാത്രമല്ല, നമ്മൾ തൊടുന്നതെല്ലാം സാധിക്കും. അനുഭവങ്ങൾ വ്യത്യസ്തമാ. ദൈവവചനത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഉയർച്ച തന്നെ വരും. മാത്രമല്ല, നമ്മുടെ തലമുറകളുടെ അനുഗ്രഹം നമ്മുടെ കണ്ണാലെ നമ്മൾ കാണുക തന്നെ ചെയ്യും. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. 1 തിമോത്തി 6-ാം അധ്യായം അതിൻ്റെ 9 മുതൽ എല്ലാവരും ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. But those who desire to be rich fall into temptation and a snare, that into many foolish and harmful lusts, which drown men in destruction and perdition. For the love of money is the root of all kinds of evil. For the same have strayed away from faith in their greediness and pierced themselves through many sorrow. But you, O man of God, flee these things and pursue righteousness, godliness, faith, love, patience, and gentleness, fighting a good fight of faith. വായിച്ചേ. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു.
ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ദൈവവചനത്തിൽ സാമ്പത്തികമായ ഉയർച്ച വാഗ്ദത്തമാണ്. വചനം പറയുന്നു, യേശു ദരിദ്രനായി തീർന്നത് നിങ്ങളും ഞാനും സമ്പന്നനാകാൻ തന്നെ. സമ്പന്നത എന്ന് പറയുന്നതും ധനവാൻ എന്ന് പറയുന്ന രണ്ട് വാക്കാ. സമ്പന്നത എന്ന് പറയുന്നത് വെൽത്ത് എന്ന് പറയുന്നത് ഇസ് നോട്ട് ജസ്റ്റ് ഫിനാൻഷ്യൽ റിച്ചസ്. സാമ്പത്തികമായ അതല്ലെങ്കിൽ പൈസ ഉള്ളതിൻ്റെ പേരല്ല സമ്പന്നൻ. സമ്പന്നൻ എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കും. Now, being wealthy is different for different people. പലവിധ മനുഷ്യരെ സംബന്ധിച്ച് സമ്പന്നത എന്ന വാക്കിന് പല അർത്ഥമാവുന്നത്. For a person who doesn't have money, wealthy means money. പൈസ കയ്യിലില്ലാത്ത ഒരാളെ സംബന്ധിച്ച് സമ്പന്നൻ എന്ന് പറഞ്ഞാൽ പണമാണ്. When I was paralyzed in a road accident, for me wealth was my health. ഞാൻ റോഡ് അപകടത്തിൽ തളർന്നവനായിരുന്നപ്പോൾ എന്നെ സംബന്ധിച്ച് സമ്പന്നത എന്ന് പറയുന്നത് എൻ്റെ ആരോഗ്യമാണ്. For those who have health and wealth but have no peace in the family, for them wealth is a little peace in their family. പണവും ആരോഗ്യവുമുള്ള ആൾക്ക് വീട്ടിൽ സമാധാനമില്ലെങ്കിൽ സമ്പന്നത എന്ന് പറയുന്ന ഒരു അല്പ സമാധാനമാണ്. So wealthy and being rich is two different things. Many a times we confuse both. സമ്പന്നനെന്നും പണക്കാരനെന്നും പറയുന്നത് രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്. നമുക്ക് പലപ്പോഴും അതിനെ ചൊല്ലി ആശയക്കുഴപ്പമുണ്ടാകാറുണ്ട്. Wealthy is being, in the biblical word, wealthy means being filled in all the fullness of God or every area being rich. വേദപുസ്തക സംബന്ധിയായി സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ നിറയപ്പെട്ടവൻ, എല്ലാ മേഖലയിലും ദൈവ സാന്നിധ്യവും അതിന്റെ സമ്പന്നതയെ അനുഭവിക്കുന്നവൻ. In family life, കുടുംബജീവിതത്തിൽ, in health, ആരോഗ്യത്തിൽ, in finance, പണത്തിന്റെ കാര്യത്തിൽ, peace, സമാധാനത്തിൽ, in children's issues, everywhere. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, എല്ലാ മേഖലയിലും Perfection is shalom or fullness which comes out of the fullness of Jesus Christ. പൂർണ്ണത അല്ലെങ്കിൽ ശാലോം എന്ന് പറയുന്ന പൂർണ്ണത അത് യേശുക്രിസ്തുവിൽ നിന്ന് വരുന്നത് അത്രേ. Might be we are not very rich and we don't have millions in our pocket, but we are still wealthy in Jesus Christ. നമ്മുടെ കയ്യിൽ പോക്കറ്റിൽ ഒരുപാട് പണമൊന്നും കാണുകയില്ല, നമ്മൾ വലിയ ധനികനൊന്നും ആയിരിക്കുകയില്ല, പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുയേശുവിൽ നമ്മൾ സമ്പന്നരാകാം. Hallelujah. Hallelujah. That is wealth. You remember Jesus in the book of Revelation talking to the rich and saying, you are rich in your eyes, but in my eyes you are poor, you are naked, you have nothing. കർത്താവായ യേശുക്രിസ്തു ധനികന്മാരോട് പറയുക, നിന്റെ കണ്ണിൽ നീ വലിയ സമ്പന്നനായിട്ട് തോന്നും, പക്ഷേ ഞാൻ നോക്കുമ്പോൾ നീ സമ്പന്നനല്ല, നീ ദരിദ്രനും അരിഷ്ടന്മാരിൽ അരിഷ്ടനുമായിട്ട് എനിക്ക് കാണാം. And that is why the word says, അതുകൊണ്ട് അത്ര വചനം പറയുന്നു, in the same word in 1 Timothy 6:17, tell the rich people in this world not to trust in uncertain riches or money, but to trust in God who gives all things richly to enjoy. അതുകൊണ്ടാണ് 1 തിമോത്തിയോസ് 6:17 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം ധനികന്മാരോട്, സമ്പന്നന്മാരാകുന്ന ധനികന്മാരോട് ഇങ്ങനെ പറയുക, നിശ്ചയമില്ലാത്ത നിന്റെ ധനത്തിൽ നീ ആശ്രയിക്കാതെ സകലതും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ നീ ആശ്രയം വെപ്പീൻ. ഒന്നെല്ലാവരും ഒന്ന് പറഞ്ഞേ, സകലതും ധാരാളമായി അനുഭവിക്കാൻ. സകലതും ധാരാളമായി അനുഭവിപ്പാൻ. So the problem arises when we are greedy to become financial rich. പണം സംബന്ധമായി വലിയ ധനികനാകുവാൻ ആഗ്രഹിക്കുന്ന ആർത്തിയുള്ളവരെ അവിടെയാണ് പ്രശ്നം. They are the ones who go into a snare. അവരാണ് കെണിയിൽ അകപ്പെട്ടു പോകുന്നത്. Because they want to make money somehow. കാരണം വല്ലവിധേനയും പണം സമ്പാദിക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യമേ അവർക്കുള്ളൂ. In this regard, I want to tell everyone in Heavenly Feast ഈ Church, അവസരത്തിൽ സ്വർഗ്ഗവിരുന്നിലുള്ള എല്ലാവരോടും ഞാൻ ഒന്ന് പറയട്ടെ, I don't want any financial transaction among yourselves. ഈ സഭയിലെ അംഗങ്ങൾ തമ്മിൽ യാതൊരുവിധ ധന ഇടപാടുകളും ഉണ്ടാകുവാൻ പാടില്ല. സാമ്പത്തികമായ എല്ലാ കാര്യങ്ങൾക്കും ദൈവം നൽകിയിരിക്കുന്ന ഒരു ജ്ഞാനമുണ്ട്, അത് ഉപയോഗിക്കണം. സാമ്പത്തിക കാര്യത്തിൽ വിശ്വാസം ഫലിക്കത്തില്ല. കർത്താവ് ഒരിക്കലും സാമ്പത്തിക കാര്യം വിശ്വാസത്തോട് ചേർത്തില്ല. നിങ്ങൾ ഭവനം പണിയുന്ന മുമ്പേ, ഗോപുരം പണിയുന്ന മുമ്പേ അതിന് വേണ്ടിയ പണം സ്വരൂപിച്ചിട്ട് വേണം അത് പണിയാൻ.
അല്ലെങ്കിൽ ആ പണി നിന്നുപോകും. നാട്ടുകാർ നിങ്ങളെ കളിയാക്കും. പഴയതിനേക്കാളും നിങ്ങൾ മടയന്മാരാകും. ഞാൻ ചോദിക്കട്ടെ, ഇത് യേശുവിൻ്റെ വാക്കാ? യേശു എങ്ങനെയാ പറയേണ്ടത്? യേശു പറയേണ്ടത് നിങ്ങൾ വീട് പണിതോ ബാക്കി പൈസ ഞാൻ തരാമെന്ന. നടക്കത്തില്ല. സാമ്പത്തിക കാര്യത്തിലും ജീവിതത്തിന്റെ ദിനം തോറും ഉള്ള ഇടപാടത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ കർത്താവ് തരുന്ന പരിജ്ഞാനത്തിൽ വേണം ചെയ്യുവാൻ. കടം വാങ്ങിക്കുമ്പോൾ അത് എങ്ങനെ വീട്ടുമെന്ന് ഒന്ന് ഇരുന്ന് ചിന്തിക്കണം. ആരോടെങ്കിലും കടക്കാരനായി കഴിഞ്ഞാൽ ഒരു അടിമ പോലെയാ, ഭയം വരും, അടിമയാകും. എങ്ങനെയും ആ സമയത്തെ കാര്യം കൈകാര്യം ചെയ്യാൻ കിട്ടുന്നിടത്തുനിന്ന് പറയുന്ന വായ്പ പലിശയ്ക്ക് പൈസ വാങ്ങിച്ചിട്ട് കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ കർത്താവ് സഹായിക്കുമായിരിക്കും, പക്ഷെ കർത്താവിനെ വെട്ടിക്കൊണ്ട് ചാടിക്കുന്ന ഇടപാടാണ്. യേശു ക്രിസ്തു ആ ദേവാലയത്തിന്റെ മുകളിൽ കയറുമ്പോൾ പിശാച് പറഞ്ഞു, എടുത്ത് ചാട്. ദൂതന്മാർ കല്ലിന്മേൽ നിന്റെ കാൽ തട്ടാതെ സൂക്ഷിക്കുമെന്ന് എഴുതിയിട്ടില്ലയോ? വചനമുണ്ട്. പക്ഷെ യേശു ചാടിയോ? ഇല്ല, ചാടിയില്ല. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുതെന്നും എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യേശു ആ ഗോപുരത്തിന്റെ മുകളിൽ നിൽക്കുമ്പോൾ ചാടെന്ന് പറഞ്ഞപ്പോൾ യേശു ചാടത്തില്ല. ഇനിയും പിശാച് അവിടെ തള്ളി താഴെ ഇട്ടെങ്കിലോ എൻ്റെ കർത്താവ് കാക്കുക, പിതാവ് കാക്കുക തന്നെ ചെയ്യും. ഒരു അബദ്ധത്തിൽ നമ്മൾ പെടുമ്പോൾ കർത്താവ് സംരക്ഷിക്കും. ഒരു അബദ്ധത്തിൽ പെടുമ്പോൾ കർത്താവ് തീർച്ചയായും നമ്മളെ വിടുവിക്കും. പക്ഷെ അറിഞ്ഞുകൊണ്ട് പോയി അബദ്ധത്തിൽ ചാടരുത്. എനിക്ക് എങ്ങനെയും ആ കാര്യം, എൻ്റെ മകളുടെ കല്യാണം നടക്കണം, അതുകൊണ്ട് കിട്ടുന്നിടത്തുനിന്ന് വായ്പ വാങ്ങിച്ചാൽ കല്യാണം എങ്ങനെയും നടത്തണം. പ്രിയമുള്ളവർ, ഒരു കാര്യം പറയാം. നിങ്ങളുടെ മക്കളുടെ ആവശ്യം, വിദ്യാഭ്യാസമായിക്കോട്ടെ, വിവാഹമായിക്കോട്ടെ, അല്ല നിങ്ങളുടെ ഭവനം പണി ആയിക്കോട്ടെ, നിങ്ങളെക്കാളും നന്നായിട്ട് സ്വർഗത്തിലെ പിതാവിന് അറിയാം അതിൻ്റെ ആവശ്യം എന്താണ്. ഞാൻ ചുമ്മാ വൈകാരികമായ ഇളക്കമല്ല പറയുന്നേ. നിങ്ങളെയും എന്നെയും വീണ്ടെടുത്തവൻ ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇന്നും ഇരിക്കുന്നവനാ. ഒന്ന് നിന്നേ, അവിടെ ഒന്ന് വെയിറ്റ് ചെയ്തേ. തക്ക സമയമാകുമ്പോൾ ഇതൊന്നുമില്ലാതെ അത്ഭുതകരമായി അമർത്തി കുലുക്കി കവിയുന്ന അളവിൽ മനുഷ്യർ കൊണ്ട് എടുത്തരും എന്ന് പറഞ്ഞാൽ കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. One thing I know, that the word of God cannot change. ഒന്നെനിക്കറിയാം, ദൈവവചനത്തിന് മാറുവാൻ കഴിയുകയില്ല. The trick of the devil is to take the word out of your heart. പിശാചിന്റെ തന്ത്രമോ ദൈവവചനത്തെ നിന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതത്രേ. When we listen to the word of God, we are full of energy. നാം ദൈവവചനത്തെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഊർജ്ജം വന്ന് നിറയും. We are ready to face even the biggest Goliath. ഏറ്റവും വലിയ ഗോലിയാത്തിനെ പോലും നേരിടുവാനുള്ള ധൈര്യം നമുക്കുണ്ടാകും. We challenge mountains when we are in the church. നാം സഭയിലായിരിക്കുമ്പോൾ വലിയ മലകളെ നോക്കി നമ്മൾ വെല്ലുവിളിക്കും. But when outside, when we come to a reality, we are not having the same faith. എന്നാൽ വെളിയിൽ വരുമ്പോൾ നാം യാഥാർത്ഥ്യത്തെ നേരിടുമ്പോൾ നമുക്ക് അതേപോലെയുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാകുന്നില്ല. Because what the devil does is, കാരണം പിശാച് ചെയ്യുന്നത് എന്താണ്? the word of God that you are hearing today, ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം, the devil removes the word, പിശാച് അതിനെ എടുത്തു മാറ്റുവാൻ ശ്രമിക്കുന്നു, and tries to put in your experience. എന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ അനുഭവങ്ങളെ കൊണ്ട് നിറയ്ക്കുവാൻ അവൻ ശ്രമിക്കുന്നു. He will show you the experience of others. മറ്റുള്ളവരുടെ അനുഭവങ്ങളെ അവൻ നിനക്കായി കാട്ടിത്തരും. He will show you all the things that has happened to millions of people. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതങ്ങളിൽ സംഭവിച്ച സംഭവങ്ങളെ നിനക്ക് അവൻ ഓർമ്മിപ്പിച്ചു തരും. Except the word of God. ദൈവവചനം ഒഴികെ. Because the word of God, Jesus said, കാരണം യേശു പറഞ്ഞു, ദൈവവചനം when it is sowed, അത് വിതയ്ക്കപ്പെട്ടാൽ that word has to give 100% result. ആ വചനമാകുന്ന വിത്ത് 100 മേനിയായിട്ട് അത് ഫലം കൊയ്യുവാൻ ഇടയാക്കും. The word of God abides forever. ദൈവവചനം എന്നേക്കും നിന്നിൽ വാസം ചെയ്യും. Rest everything is like grass, it will fade away. 1 Peter chapter 1:22 onwards. 1 പത്രോസ് 1:22 പറയുന്നത് പോലെ പുല്ല് വാടി പൂവ് തീർന്നു പോകും, എന്നാൽ ദൈവത്തിന്റെ വചനമോ അത് എന്നേക്കും നിലനിൽക്കും. It cannot change. അതിന് മാറ്റം വരുന്നില്ല. No, what the devil tells you, എന്നാൽ പിശാച് എന്താണ് പറയുന്നത്? look at your experience. നിന്റെ അനുഭവത്തിലേക്ക് ഒന്ന് നോക്ക്. What happened to you? നിനക്ക് മുമ്പ് എന്താ സംഭവിച്ചത്? Look at what is happening to you. നിനക്ക് സംഭവിക്കുന്നത് എന്താണെന്നും നോക്ക്. We are trying
to look at our experience rather than what the word of God says. നാം ദൈവവചനം കേൾക്കുന്നതിന് പകരം അതിലേക്ക് ശ്രദ്ധിക്കുന്നതിന് പകരം നമ്മുടെ മുൻ അനുഭവങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നു. I want to tell Heavenly Feast, സ്വർഗീയ വിരുന്നിനോട് ഞാൻ പറയട്ടെ, don't go by your experience. നിന്റെ അനുഭവത്തിന്റെ പിന്നാലെ നീ കാര്യങ്ങൾ Let തീരുമാനിക്കരുത്. your experience become the word of God. നിന്റെ അനുഭവം തന്നെ ദൈവവചനമാകട്ടെ. Let the word of God become your നിന്റെ experience. ദൈവവചനം നിന്റെ അനുഭവമാകട്ടെ. Hallelujah. ഹല്ലേലൂയ. Many a time പലപ്പോഴും we want to become rich നമുക്ക് സമ്പന്നരാകുവാൻ ധനികരാകുവാൻ ആഗ്രഹം. and to show off to that we are rich. മറ്റുള്ളവർക്ക് ഞാൻ ധനികനെന്ന് കാണിക്കുവാൻ We are in a hurry, നമുക്ക് വലിയ ധൃതിയാ. and so we take a loan, take this, take that, somehow to do this. അതുകൊണ്ട് നമ്മൾ വായ്പ വാങ്ങിക്കുന്നു, ലോൺ എടുക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണ്. I want to tell you, through my walk with Jesus Christ, യേശുവിന്റെ കൂടെയുള്ള എൻ്റെ ജീവിതത്തിൽ ആശ്രയിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ, the word of Jesus said like this: യേശുവിന്റെ വചനം യേശു ഇങ്ങനെ പറഞ്ഞു, before even you ask, നീ ചോദിക്കും മുമ്പേ your heavenly Father knows what you need. സ്വർഗ്ഗസ്ഥനായ പിതാവിന് നിന്റെ ആവശ്യങ്ങളെ അറിയാം. If my heavenly Father needs what I want, എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് എന്റെ ആവശ്യങ്ങൾ അറിയുന്നുവെങ്കിൽ I will be patient till he gives it to me. ഞാൻ അവനത് തരുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കും. Might be many things are not happening according to my timing, according to my things. ഞാൻ ആഗ്രഹിക്കുന്ന രീതിക്ക് അനുസരിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് പലപ്പോഴും പല കാര്യങ്ങളും നടക്കുന്നില്ലായിരിക്കും. I can boldly tell you one thing: എന്നാൽ ഒരു കാര്യം ഞാൻ ധൈര്യത്തോടെ പറയട്ടെ, his timing is better. അവന്റെ സമയമാ തക്ക സമയം. His ways are higher. അവന്റെ വഴികൾ ഉന്നതമത്രേ. His plans are better. അവന്റെ പദ്ധതികൾ അനുഗ്രഹിക്കപ്പെട്ടത്. Wait upon the Lord. ഓ അവനിൽ കാത്തിരിപ്പി. Wait upon the Lord. കർത്താവിൽ കാത്തിരിപ്പി. Be patient with him. ഓ അവനോട് ക്ഷമാപൂർവം He കാത്തിരിപ്പി. is preparing a big table for you, അവൻ നിനക്ക് വേണ്ടി ഒരു വലിയ മേശ ഒരുക്കുന്നു. where you will eat and eat and eat. നീ ഭക്ഷിക്കുവാൻ തുടങ്ങുമ്പോൾ, The word of God, eat and eat and eat. ദൈവവചനം നീ ആഹരിക്കുവാൻ തുടങ്ങുമ്പോൾ, You will become bigger and bigger. നീ വളർച്ച പ്രാപിച്ചു വലുതായി വലുതായി You വരും. will become bigger and bigger. നീ വലുതായി വലുതായി വരും. Before you eat the word, ഓ നീ ദൈവവചനം ഭക്ഷിക്കും മുമ്പേ you will look at your problem like this. നിന്റെ പ്രശ്നങ്ങളെ നീ ഇങ്ങനെ കണ്ണുമിഴിച്ചു നോക്കി. But when you start eating, എന്നാൽ വചനം നീ ഭക്ഷിപ്പാൻ തുടങ്ങിയപ്പോൾ the problem will become smaller, ആ പ്രശ്നം അത് താഴ്ന്ന് ചെറുതായി ചെറുതായി വരും. smaller, ചെറുതായി വരും. smaller, ചെറുതായി വരും. smaller. ചെറുതായി വരും. Cannot see it പിന്നെ at all. പിന്നെ കാണാനേ ഇല്ല. Hallelujah. ഹല്ലേലൂയ. I have a very, very strong advice to everyone who is a member of Heavenly Feast. സ്വർഗീയ വിരുന്നിലെ ഓരോ അംഗങ്ങളോട് ഞാൻ ഒരു വളരെ ശക്തമായ ഒരു ഉപദേശം പറയാം. Don't do anything that you will try to become instant rich. ഓ നീ പെട്ടെന്ന് പണക്കാരനാകുന്ന ഒരു പ്രവൃത്തിക്ക് നീ പുറകെ പോകരുത്. It has a snare with it. അതിന്റെ പുറകിൽ ഒരു കെണി, ഒരു കുടുക്ക ഒളിഞ്ഞിരിപ്പുണ്ട്. But God, when he gives you riches, എന്നാൽ ദൈവം നിനക്ക് സമ്പത്ത് തരുമ്പോഴോ there is no pain added to it. അതിനോട് കൂടി ഒരു കഷ്ടതയും ചേർത്തിട്ടില്ല. It will be coming to you. അത് നിന്നിലേക്ക് സന്തോഷകരമായി വരും. I want to tell you very, very clearly, ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറയാം, what is kept for you will come for you. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത് അത് നിങ്ങളിൽ തന്നെ വരും. അത് വേറെ എങ്ങും പോകാൻ പോകുന്നില്ല. ആമേൻ. ഏലിയയുടെ കാക്ക വിട്ടാൽ കാക്ക ഏലിയയുടെ അടുക്കൽ തന്നെ വരത്തുള്ളൂ. നിങ്ങൾക്കും എനിക്കും വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് നമുക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. വേറെ രണ്ടാമത്തെ ആൾക്ക് ചെല്ലത്തില്ല. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Feel good about yourself. നിങ്ങളെക്കുറിച്ച് തന്നെ നല്ലത് വിചാരിക്കുക. Many times we feel others are good, we are bad. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ നമ്മളെക്കാൾ നല്ലതെന്ന് വിചാരിക്കുന്നു. You know one thing, your fingerprint is unique. ഓ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങളുടെ വിരലടയാളം അതുപോലെ മറ്റൊന്നുമില്ല. Hallelujah. Hallelujah. There is no two people with the same fingerprint. ഒരേ വിരലടയാളമുള്ള രണ്ട് വ്യക്തികൾ ഈ ലോകത്തേ ഇല്ല. The same way, അതുപോലെ തന്നെ you are a masterpiece of God. നിങ്ങൾ ദൈവത്തിന്റെ ഒരു വലിയ ഒരു പദ്ധതി അത്രേ. You are the best in the God's creation. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഏറ്റവും മികച്ചത് നിങ്ങളാണ്. There is no second person like you. നിങ്ങളെപ്പോലെ മറ്റൊരു വ്യക്തിയേ ഇല്ല. You are so powerful. നിങ്ങൾ വളരെ ശക്തിയുള്ളവർ. You are unique. നിങ്ങൾ വ്യക്തിത്വമുള്ളവർ. You are the best. നിങ്ങൾ ഏറ്റവും മികച്ചത്. There is no one who can do what you can do. നിങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്യുവാൻ മറ്റാരുമില്ല. Can you say thank you, Jesus? യേശുവേ നന്ദി. Hallelujah. ഹല്ലേലൂയ. The Bible says വേദപുസ്തകം പറയുന്നു all this is a snare. ഇതെല്ലാം
എല്ലാം കുടുക്കുകളാ, കെണികളാ. Hallelujah. ഹല്ലേലൂയ. It looks good, but it is not. കണ്ടാൽ നല്ലതെന്ന് തോന്നും, പക്ഷെ നല്ലതല്ല. You will lose your boldness, നിങ്ങളുടെ ധൈര്യം നഷ്ടപ്പെട്ടു പോകാം, lose your faith, നിങ്ങളുടെ വിശ്വാസവും നഷ്ടപ്പെടാം. and you will finally end up sitting in your house doing nothing. നിങ്ങൾ അവസാനം വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയിലാകും. And then you will try to blame God. അപ്പോൾ നിങ്ങൾ ദൈവത്തെ പഴി പറയുവാൻ തുടങ്ങും. Oh, why did not God save me? ദൈവം എന്തുകൊണ്ട് എന്നെ രക്ഷിച്ചില്ല എന്ന് നിങ്ങൾ പരാതി പറയും. God can do things according to the word. ദൈവത്തിന് തന്റെ വചനപ്രകാരം മാത്രം പ്രവർത്തിക്കാൻ കഴിയൂ. And that is why അതുകൊണ്ടത്രേ Paul is telling Timothy, പൗലോസ് തിമോത്തിയോസിനോട് പറയുക, but you, O man of God, എന്നാൽ നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, pursue righteousness, godliness, faith, love, patience, and gentleness. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. You do what you have to do is gentleness, God likeness, or exercising yourself to be like God. In faithfulness, righteousness, you focus yourself in this. നീ ചെയ്യേണ്ടത് നീ ചെയ്യുക. നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. And then he says, തുടർന്ന് താൻ പറയുക, fighting a good fight of faith, holding on to eternal life. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. Hallelujah. Hallelujah. Fighting a good fight of faith. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. So there is a fight while we are in faith. നാം വിശ്വാസത്തിലായിരിക്കുമ്പോൾ ഒരു പോര് ഉണ്ട്, ഒരു യുദ്ധമുണ്ട്. Hallelujah. And that fight is a good fight. ആ പോര് അല്ലെങ്കിൽ ആ യുദ്ധം ഒരു നല്ല പോരാ. It is not a fight where we will lose. അവിടെ നമ്മൾ പരാജയപ്പെടുന്ന ഒരു യുദ്ധമല്ല. The fight, the battle is over. ആ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞു. And the enemy has been an open spectacle, open shame. നമ്മുടെ ശത്രുവോ അവൻ ഒരു പരസ്യകോലമായി പരിഹാസപാത്രമായി മാറി. He has nothing to do in our life. അവന് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. But now what he can do, എന്നാൽ ഇന്ന് അവന് ചെയ്യുവാൻ കഴിയുന്നത്, he can trick you. അവനെ നിങ്ങളെ കബളിപ്പിക്കുവാൻ കഴിയും. And the winning that trick is through the knowledge of the word of God. അവൻ നിങ്ങളെ കബളിപ്പിക്കുന്നത് എങ്ങനെയാ? ദൈവവചനത്തിന്റെ ആ ജ്ഞാനത്തെ സംബന്ധിയായിട്ടത്രേ. He will steal the word. ആ വചനത്തെ അവൻ മോഷ്ടിക്കും. And then he will say you are nothing. എന്നിട്ട് പറയും, ആ വചനം ചോർത്തി കളഞ്ഞിട്ട് പറയും നീ ഒന്നുമല്ല എന്ന് പറയും. But people who are in Christ Jesus, എന്നാൽ ക്രിസ്തു യേശുവിലുള്ള മനുഷ്യരോ, when they recognize the word, അവർ ദൈവവചനം തിരിച്ചറിയുമ്പോൾ, when they know the truth, സത്യം അവർ അറിയുമ്പോൾ, whatever challenge they have, എന്തെല്ലാം വെല്ലുവിളികൾ അവരെ നേരിടുന്നു, they will not run away but stand. അവർ ഓടിപ്പോകയില്ല, അവർ ഉറച്ചു നിൽക്കും. They will stand അവർ ഉറച്ചു നിൽക്കും. because they know they are standing on the rock that is Jesus Christ. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം അവർ ഒരു ഉറപ്പുള്ള പാറയാകുന്ന ക്രിസ്തുവിന്മേൽ അത്രേ നിൽക്കുന്നത്. I want to tell everyone listening to me, എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, I guarantee you, as a man of God, as the shepherd of this church, ദൈവദാസൻ എന്നുള്ള ഈ സഭയുടെ ഇടയൻ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരട്ടെ, whatever biggest challenges come to you against you, നിങ്ങൾക്കെതിരെ എത്ര വലിയ വെല്ലുവിളി വന്നാലും stand, ഉറച്ചു നിൽക്കുക, stand, നിൽക്കുക, stand, നിൽക്കുക, stand, നിൽക്കുക, stand, ഉറച്ചു നിൽക്കുക, stand, നിൽക്കുക, stand on the rock called Jesus Christ. യേശു ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചു നിൽക്കുക. Nothing will happen to you. നിനക്ക് ഒന്നും സംഭവിക്കയില്ല. Nothing will happen to you. നിനക്ക് ഒന്നും സംഭവിക്കയില്ല. You will keep on increasing. നീ ഉയർച്ച തന്നെ പ്രാപിക്കും. You will never be destroyed. You cannot be touched. നീ തകർന്നു പോകയില്ല, നിന്നെ തൊടാൻ പോലും പറ്റില്ല. There is a wall of fire surrounding you. ഒരു അഗ്നി മതിൽ നിനക്ക് ചുറ്റിനുമുണ്ട്. Hallelujah. ഹല്ലേലൂയ. വിശ്വസിച്ചാട്ടെ, കർത്താവ് അത്ഭുതം ചെയ്യും. സാമ്പത്തിക സമൃദ്ധി മാത്രമല്ല, രോഗികളെ സൗഖ്യമാക്കുക മാത്രമല്ല, ഭവനങ്ങളിൽ സമാധാനം തരുവാൻ, എല്ലാ മേഖലയിലും വിടുതൽ തരുവാൻ എൻ്റെ യേശുവിന് കഴിയും. നമുക്കൊരു നിമിഷം വിശ്വസിച്ചുകൊണ്ട് കണ്ണുകളെ ഒന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ പിതാവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ട വ്യക്തികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അവരുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അധികാരമെടുക്കുക. സ്കോളിയോസിസ് ബാധിച്ച വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ആ വളഞ്ഞ നട്ടെല്ലുകൾ നിവർന്നു വരുവാൻ ഞാൻ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ ആ കൂന് നിവർന്നു വരട്ടെ. ശരീരം ഇപ്പോൾ തന്നെ നേരെയാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പണരുകളാലുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ അവരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. കണ്ണുകളുടെ കാഴ്ച തകരാറുകൾ മാറി അടഞ്ഞ അന്ധത ബാധിച്ച കണ്ണുകൾ തുറന്നു വരട്ടെ. കാഴ്ച മടങ്ങി ലഭിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ അടിപ്പണരുകളാൽ
അവർ സൗഖ്യമാകട്ടെ. കർത്താവെ, സമാധാനമില്ലാതെ, ഭവനത്തിൽ സന്തോഷമില്ലാതെ ആയിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാന പ്രഭുവായ യേശുവിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അസമാധാനം കൊണ്ടിടുന്ന ആ ദുഷ്ടൻ്റെ പ്രവർത്തികളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അഴിക്കുന്നു. വ്യക്തികളുടെ ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നതിനായി, അവരുടെ പെരുമാറ്റത്തിൽ രൂപാന്തരം വരുത്തുന്നതിനായി കർത്താവിന് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഭവനങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ. അതുപോലെ ജോലിക്കായിട്ട് ആഗ്രഹിച്ച് ജോലിയുടെ വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികളെന്ന് എന്നെ കേൾക്കുന്നു. പ്രിയ സഹോദര സഹോദരി, യേശുവിലൊന്ന് ആശ്രയിച്ചോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ ജോലിയെ ഞങ്ങൾ വിളിച്ചു വരുത്തുക. കർത്താവെ, അവിടുന്ന് അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ അത്ഭുതകരം നീട്ടി അവരെ തൊട്ടതിനായി, സ്പർശിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയോ, ആ നട്ടെല്ല് നിവർന്ന് കഴിഞ്ഞു. ആ സന്തോഷം ഞങ്ങളെയും കൂടെ ഒന്ന് വിളിച്ചറിയിക്കണേ. താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കാൻ മടിക്കരുത്. നിങ്ങളുടെ സാക്ഷ്യമാണ് ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ചെയ്യുവാനുള്ള ഉത്തേജനം. അതുകൊണ്ട് അത് വിളിച്ചു പറയുവാൻ ഒട്ടും മടിക്കരുത്. ഞങ്ങൾക്കത് കേൾക്കാൻ വളരെയധികം സന്തോഷവും ആഗ്രഹവുമുണ്ട്. അതുകൊണ്ട് തുടർന്നും വിളിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ സഹായം കൂടെ, ഇനിയും പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറുകളിൽ വിളിക്കാൻ മടിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ തയ്യാറായിട്ടിരിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഇതേ സമയത്ത് വീണ്ടും ഇതേ ചാനലിൽ കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. തോമസ് ഊട്ടി ബ്രദർ അലൈനിൽ ശുശ്രൂഷിക്കുന്നു. മെയിൻ ഹാൾ, ഒയാസിസ് ഹോസ്പിറ്റൽ, ചർച്ച് കോമ്പൗണ്ട്. 2015 ഓഗസ്റ്റ് 31 തിങ്കൾ. ശുശ്രൂഷ വൈകിട്ട് 8 മണിക്ക്. सागर है तू, चांदी का राजकुमार है तू, प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति।